The first word is. ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്ന വേർഡ് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ഓരോരുത്തരായിട്ട്. ഓക്കെ, യെസ്. കാണുന്നുണ്ടോ? യെസ്, വായിച്ചോളൂ. യു ക്യാൻ റീഡ്. Sword. 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 എല്ലാവരും വായിച്ചോളൂ. യെസ്. Sword. 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 എന്താണ് ഈ വേർഡിന്റെ മീനിങ് എന്താണെന്ന് അറിയാം? മീനിങ് നമ്മൾ പഠിക്കുന്നില്ല, മീനിങ്ങിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ പ്രൊനൗൺസിയേഷൻ, ഇതിന്റെ ഉച്ചാരണം എന്താണെന്നാണ് നോക്കുന്നത്. ഈ വേർഡിന്റെ മീനിങ് അറിയോ? നിങ്ങൾ പല ഷേക്സ്പിയറിന്റെ അല്ലെങ്കിൽ മറ്റ് ഡ്രാമയിലോ അല്ലെങ്കിൽ നോവലിലൊക്കെ നിങ്ങൾ ഒരുപാട് മൂവിയിലൊക്കെ നിങ്ങൾ ഈ വേർഡ് കണ്ടിട്ടുണ്ടാവും. പരിചയമുള്ള വേർഡ് അല്ലേ? മീനിങ് എന്താണ്? വാള് അല്ലെ? വാള് എന്നാണ് ഇതിന്റെ അർത്ഥം. വാള് അല്ലെ? യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാള്. യെസ്. അപ്പോ ഈ വേർഡ് നിങ്ങൾ പൊതുവെ ഉച്ചരിക്കാറുള്ളത് സ്വേർഡ് എന്നായിരിക്കും, ശരിയല്ലേ? സ്വേർഡ്. ബട്ട് ഇത് സ്വേർഡ് എന്നല്ല. UK ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉച്ചാരണ നിയമപ്രകാരം ഇത് സോഡ്. സോഡ്. ഇവിടെ W നിങ്ങൾ ഇല്ല എന്ന് വിചാരിക്കൂ. W സൈലന്റ് ആണ്, അല്ലെങ്കിൽ W നിങ്ങൾ സ്ട്രെസ് ചെയ്യരുത്. അങ്ങനെ വായിച്ചു നോക്കൂ, അപ്പൊ ശരിയാവും. സോഡ്. സോഡ്. W ഇല്ലാതെ വായിച്ചു നോക്കൂ, അപ്പൊ ശരിയാവും. യെസ്, സ്വേർഡ്. സോഡ്. സോഡ്. ഒന്ന് വായിച്ചു നോക്കൂ, എല്ലാവരും വായിച്ചു നോക്കൂ. സോഡ്. W ഇല്ലാതെ വായിച്ചു നോക്കൂ. യെസ്. Sword. Very good. Sword. Yes. Sword. Yes. Sword. Yes. Sword. Yes. Sword. Okay. ഇനി അടുത്ത വേർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. Floor. എല്ലാവരും ട്രൈ ചെയ്തോളൂ. യെസ്. Floor. 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 എല്ലാവർക്കും വായിക്കാട്ടോ. Floor. ഓക്കെ. ഈ വേർഡ് ഫ്ലോർ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വായിക്കുക, അല്ലേ? നിങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ഉച്ചരിച്ചിരിക്കുന്നത്. ഞാനും ഒത്തിരി കാലം ഇത് ആ രീതിയിൽ തന്നെയായിരുന്നു വായിച്ചിരുന്നത്. എന്നാൽ ഇത് ഫ്ലോർ എന്നല്ല. ഓക്കെ, ഫ്ലോർ എന്നല്ല. ഫ്ലോർ വേറൊരു ഫ്ലോർ ഉണ്ട് അല്ലെ? നിലം എന്നുള്ള, നമ്മുടെ റൂമിലൊക്കെ ഫ്ലോർ, മാർബിൾ, ഫ്ലോർ എന്ന് പറയും. അപ്പോ ഇത് ശരിക്കും ഫ്ലോർ അല്ല. ഇത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ഫ്ലവർ. ഫ്ലവർ. നമ്മള് പൂവ് എന്ന് പറയും, ഫ്ലവർ പറയില്ലേ? അതേ, ഏകദേശം അതേ ഉച്ചാരണമാണ് ഇതിന് വരുന്നത്. ഫ്ലവർ. 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 ലാസ്റ്റ് R ശരിക്കും അങ്ങോട്ട് പറയില്ല, ഒരു സൈലന്റ് ആണ്. ഓക്കെ, സോ ഫ്ലവർ. 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 പറഞ്ഞു നോക്കൂ. പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. യെസ്, മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു. ഫ്ലവർ. ഫ്ലവർ. യെസ്, പറഞ്ഞു. യെസ്, തെറ്റൊന്നും കരുതിയിട്ട് വായിക്കാതിരിക്കരുത് കേട്ടോ. അത് എന്താണ്, പേടിയുള്ള ആളുകൾ ചെയ്യുന്നതാണ്. അങ്ങനെ ആവരുത്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എപ്പോഴും എന്താണ്, എപ്പോഴും എന്ത് ചെയ്യും? തെറ്റിനെ ഭയക്കാതെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരും. യെസ്, ഇതൊന്ന് വായിച്ചു നോക്കൂ. Situation. 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 എല്ലാവരും വായിച്ചോളൂ. Situation. എല്ലാവർക്കും വായിക്കാം. യെസ്, സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഇനി മുതൽ നിങ്ങൾ ഇത് സിറ്റുവേഷൻ വായിക്കരുത്. എന്താ ഞാൻ വായിക്കുന്ന എല്ലാ വാക്കുകളും തെറ്റാണല്ലോ, ഇത് നിങ്ങൾ എവിടുന്നാണ് കണ്ടുപിടിച്ചതെന്ന്? അങ്ങനല്ല. ഇത് നിങ്ങൾക്കും ശരിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഇതിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇത് സിറ്റുവേഷൻ എന്നല്ല ഉച്ചരിക്കേണ്ടത്. എന്താണെന്ന് അറിയാമോ?
ഇവിടെ പ്രശ്നം ടി ആണ്. ടി. ഈ ടി എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യണം? ച് എന്നുള്ള രീതിയിൽ വായിക്കണം. ച്. ഓക്കെ. ഇവിടെ ഷൻ എന്ന് വായിച്ചില്ലേ നിങ്ങള്? ഷൻ എന്ന് വായിച്ചില്ലേ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോ അതുപോലെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ടി എന്നുള്ള ഭാഗത്ത് ടി യു ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ച് എന്നുള്ള രീതിയിൽ വായിക്കണം. ച് ച് ഷ് ഷ് ഷ്. ഓക്കെ. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ഉച്ചാരണം? നിങ്ങൾക്ക് ഇതിന്റെ എളുപ്പ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ വായിക്കണം. ഓക്കെ. സോ ജസ്റ്റ് ലിസൺ. ജസ്റ്റ് ലിസൺ. സിറ്റുവേഷൻ. 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 ഫസ്റ്റ് ഉച്ചാരണം എന്താ വരുന്നത്? ച്. സിറ്റുവേഷൻ. ടി യു എന്നുള്ള ഭാഗത്ത് ചു എന്ന് വായിക്കും. സിറ്റുവേഷൻ. 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 പറഞ്ഞു നോക്കൂ. യെസ്. വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് പറയാൻ പറ്റും. യെസ്. സിറ്റുവേഷൻ. 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 ചേർന്നുണ്ടാവരുത്. സിറ്റുവേഷൻ അല്ല, സിറ്റുവേഷൻ. സിറ്റുവേഷൻ. പറഞ്ഞു നോക്കൂ. Situation. 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 Class. Situation. ഓക്കെ. ഓക്കെ. മൈക്ക് കൺട്രോൾ ചെയ്യണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് മറ്റ് ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അടുത്ത വേർഡ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പറയല്ലേ സന്യാസി എന്നൊക്കെ പറയാറില്ലേ? സന്യാസിമാര്, സന്യാസി എന്നൊക്കെ. ആ വേർഡാണ്. ഓക്കെ. യെസ്. എന്താണ് ഇത്? വായിക്കുക. വായിച്ചോളൂ. യെസ്. Monk. Come on, everybody. Monk. റസ്ബിയ, അലീന, എല്ലാവരും വായിച്ചോളൂ. ഞാൻ ഓരോരുത്തരുടെ പേര് പറയണോ? ദേവാംഗന, സഫ ഫാത്തിമ, ഹിബ, ബദറുനിസ, ഷിഫ്ത, എല്ലാവരും വായിച്ചോളൂ. ജഷ്മിയ, ജംഷിയ, ജുമാ. Monk. 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 ഓക്കെ. ഇത് മോങ്ക് എന്നാണ് സാധാരണ എല്ലാവരും വായിക്കാറുള്ളത്. മോങ്ക്. എന്നാൽ ഇത് മോങ്ക് എന്ന് വായിക്കരുത്, മങ്ക് എന്ന് വായിക്കണം. ഓക്കെ. തെറ്റെന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ശരി എന്താന്നും പറഞ്ഞു തന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഫോളോ ചെയ്യാം. മങ്ക്. ഇവിടെ ഓ എന്നുള്ള ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ ഓ എന്നുള്ള ഭാഗത്ത് ആ എന്നുള്ള ശബ്ദമാണ് വേണ്ടത്. ഓ എന്നുള്ള ശബ്ദമല്ല വേണ്ടത്, ആ. മങ്ക്. മങ്ക്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. മങ്ക്. സിമ്പിൾ അല്ലേ? Monk. 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 അടുത്തത് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള മറ്റൊരു വേർഡാണ് മരുഭൂമി എന്ന് പറയാറില്ല അല്ലേ? മരുഭൂമി എന്ന് പറയാറില്ല. യെസ്. വായിച്ചോളൂ, വായിച്ചോളൂ. Desert. 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 മരുഭൂമിയിലെ ഒട്ടകം എന്ന് പറയുന്ന ആനിമൽ ഏതാണ്? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുഭൂമിയുള്ള സ്ഥലം എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ് അറിയോ? ഏറ്റവും കൂടുതൽ മരുഭൂമി? ആ, അതെ, രാജസ്ഥാൻ. രാജസ്ഥാന്റെ കൾച്ചറൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള അല്ലേ? വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കൾച്ചറാണ് രാജസ്ഥാനികളുടേത്. യെസ്. അതുപോലെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ എന്ത് കാണാം? ഇത്തരത്തില് മരുഭൂമി കാണാം. അതിന് പറയുന്നതാണ് എന്ത്? നിങ്ങൾ പറയുന്ന ഡിസേർട്ട്. ഇത് ഡിസേർട്ട് ആണോ? അല്ല. ഡിസേർട്ട് എന്ന് വായിക്കരുത്. ഇത് എന്താണ്? ഡെസേർട്ട്. 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 ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹലോ ശ്രദ്ധിച്ചോളൂ, എസ് എന്നുള്ള ഭാഗത്ത് എന്ത് വേണം? എസ് എന്ന് വായിക്കരുത്, സ് എന്ന് വായിക്കരുത്. എസ് എന്നുള്ള ഭാഗത്ത് സ് എന്നുള്ള ശബ്ദമല്ല, സ് എന്നുള്ള ശബ്ദമാണ് കൊടുക്കേണ്ടത്. അപ്പോ ഡെസേർട്ട്. ഡെസേർട്ട്. ഡെസേർട്ട്.
യെസ്, പറഞ്ഞ് നിങ്ങളത് ശരിയാവും. ഡെസേർട്ട് പറഞ്ഞോളൂ. ഡെസേർട്ട്. Desert. 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 ഈ വേർഡ് കണ്ടപ്പോ ആരോ ഒരാൾ പറഞ്ഞു ഇത് ഒരു പുഡിങ്ങുമായി ബന്ധപ്പെട്ട വേർഡാണോ, അങ്ങനെ ആരോ ഒരാൾ സംശയം പറഞ്ഞു. അപ്പോൾ ആ ഒരു വേർഡാണ് ഇവിടെ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫുഡ് ഐറ്റം, കേക്ക്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു വേർഡാണിത്. എന്ത്, ഇതെങ്ങനെ വായിക്കാം? ഇതൊന്ന് വായിച്ചു നോക്കൂ. Desert. Desert. എല്ലാവരും വായിച്ചു നോക്കൂ. ആദ്യത്തെ വേർഡ് മരുഭൂമി, Desert. എന്താണ്? ഡെസേർട്ട്. ഡെസേർട്ട്. രണ്ടാമത്തത് എങ്ങനെ വായിക്കും? അങ്ങനെ തന്നെയാണോ വായിക്കേണ്ടത്? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? യെസ്, Desert. come on everybody. Desert. 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 ഓക്കെ, നമ്മള് പലഹാരങ്ങള് അല്ലെ, സ്വീറ്റിനൊക്കെ പറയുന്നതാണ് എന്ത്, ഈ ഒരു വേർഡ്. അപ്പോൾ ആദ്യത്തെ അടുത്ത് മറക്കാൻ പാടില്ല, മാറരുത്. ഡെസേർട്ട്. ഡെസേർട്ട്. രണ്ടാമത്തത് എന്താണ്? ഡെസേർട്ട് എന്നല്ല വായിക്കേണ്ടത്, ഡിസേർട്ട്. ഡിസേർട്ട്. ഇവിടെ z എന്നുള്ള ശബ്ദം തന്നെയാണ്, ഡബിൾ എസ് എന്നുള്ളടത്ത് z എന്നുള്ള ശബ്ദമാണ്, സേർട്ട്. ഓക്കെ, പക്ഷെ ആദ്യത്തെ സ്ട്രെസ്, ആദ്യത്തെ സിലബിൾ എങ്ങനെ വായിക്കണം? ഡി എന്നാണ്. മറ്റേത് ഡേ എന്നായിരുന്നു, ഡെസേർട്ട്. ഇത് ഡിസേർട്ട്. ഡിസേർട്ട് സിമ്പിൾ ആണ്. ഓക്കെ, ഡിസേർട്ട് വായിച്ചു നോക്കൂ. ഡിസേർട്ട്. ഡിസേർട്ട്. പ്രാക്ടീസ് ചെയ്തോളൂ. യെസ്, ഡിസേർട്ട്. Desert. Desert. യെസ്, Desert. ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടും. ഒറ്റ പ്രാവശ്യമെങ്കിലും വായിക്കാൻ ശ്രമിക്കാം. യെസ്, Desert. ഓക്കെ. അമ്ന വായിച്ചോ? റസ്ബി ഒന്നും വായിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ഭാഗത്തു നിന്നും റെസ്പോൺസ് ഇല്ലല്ലോ. മിൻഹാജ്, സീഷാൻ, നഹ്ന, റസ്ബിയ, അസിൻ മാരിയ, സഫ ഫാത്തിമ. Desert. Desert. അമീഷ, ബദറുനീസ, ഫാത്തിമ നസ്രീൻ, ഷിഫ്ന. ഓക്കെ, അപ്പോ ആദ്യത്തെ വേർഡ് എന്താണ്? ഡെസേർട്ട്. ഡെസേർട്ട്. രണ്ടാമത്തത് ഡിസേർട്ട്. ഡിസേർട്ട്. ഓക്കെ, മധുര പലഹാരങ്ങൾക്കാണ് ഡിസേർട്ട് എന്ന് പറയാം, മരുഭൂമിക്കാണ് ഡെസേർട്ട് എന്ന് പറയാം, ഡെസേർട്ട്. ഓക്കെ, ഇനി അടുത്ത വേർഡ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും അല്ലല്ലോ, നമുക്കറിയുന്ന വാക്കുകളാണ്. ബട്ട് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് തെറ്റിപ്പോവാറുണ്ട്. ഇതെന്താ സംഭവം? ഇതെന്തുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്? Vegetable. ആ, ഒരു കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജിനൊക്കെ പോലത്തെ ഒരു എന്താണ്, വെജിറ്റബിൾ ആണല്ലേ, വെജിറ്റബിൾ. യെസ്. അപ്പോ ഇതെങ്ങനെ വായിക്കും? ട്രൈ. Broccoli. 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 Everybody. Broccoli. Come on. Broccoli. Broccoli. ഓക്കെ, ഇത് ബ്രൊക്കോളി എന്ന് വായിക്കരുത്, ബ്രോക്കോളി എന്ന് വായിക്കരുത്. എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം? ബ്രോക്കലി. 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 ഇവിടെ കോ എന്നുള്ള ശബ്ദം വരുന്നില്ല. ഓക്കെ, ആദ്യത്തേതിൽ ബ്രോ എന്ന് വായിക്കാം, രണ്ടാമത് വരുന്ന ഭാഗത്ത് ഓ എന്നുള്ള ഭാഗത്ത് എന്താണ്? ബ്രോക്കലി. അലി.
എന്നുള്ള ശബ്ദമാണ്. ബ്രോക്കലി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ. ബ്രോക്കലി, ബ്രോക്കലി, Broccoli. ബ്രോക്കലി, Broccoli. ബ്രോക്കലി. Broccoli. 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 ഓക്കെ, ബ്രൊക്കോളി അല്ല, ബ്രോക്കലി, ബ്രോക്കലി, ബ്രോക്കലി. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പ്രൊനൗൺസിയേഷനിലേക്ക് എത്താൻ പറ്റും. യെസ്, പ്രാക്ടീസ് മേക്സ് പ്രോഗ്രസ്. ബ്രോക്കലി. Broccoli. വെരി ഗുഡ്. Broccoli. അടുത്ത വേർഡ്. ഈ വേർഡ് നിങ്ങൾ ഒരു പക്ഷേ കേട്ട് പരിചയം ഉണ്ടാവില്ല, ബട്ട് ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? മര്യാദ ലംഘനം, അല്ലെങ്കിൽ ലജ്ജാകരമായ അബദ്ധം, എന്തെങ്കിലുമൊക്കെ മണ്ടത്തരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർഡ് പറഞ്ഞാൽ മതി. എന്ത് മണ്ടത്തരാണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഈ വേർഡ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, എന്താ വായിക്കാം? യെസ്, എവറിബഡി ട്രൈ. നിങ്ങൾക്കറിയുന്ന പോലെ ഈ വേർഡ് വായിക്കുക. ഓക്കെ, ശരിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെങ്ങനെയാണ് ശരിക്കും ഉച്ചരിക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്, കം ഓൺ എവറിബഡി. Yes, Jamshia, Minhaj, Nehna, Devangana, everybody. Is it a difficult word, Anamika? ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? Try to read. Shifna, Fida, everybody. എന്താ ആരും ട്രൈ ചെയ്യാത്തത്? Fox fair. ആ, ഒരാൾ വായിച്ചു. Fox fair. Yes, Papa. yes. Ospa. Yes. Try. തെറ്റിയാലൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് വലിയ കാര്യം. എന്താണ്? ആരോ ഒന്ന് വായിച്ചല്ലോ, കേട്ടില്ല. ഓക്കെ, ഇത് ഇവിടെ എക്സ് എന്നുള്ള ഈ ഒരു ലെറ്റർ, ഈ ശബ്ദം സ് എന്നുള്ള ശബ്ദം ഇല്ല കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് ആ ഒരു ലെറ്ററിനെ പരിഗണിക്കരുത്. ഓക്കെ, അത് സൈലന്റ് ആണ്. അപ്പൊ എങ്ങനെ പറയണം? ഫെവ്പ, ഫെവ്പ, ഫോക്സ് പ എന്നല്ല, ഫെവ്പ, ഫെവ്പ, ഫെവ്, ഫെവ്, ഫെവ്പ, 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 ഫെവ്പ. പറഞ്ഞു നോക്കൂ. സിമ്പിൾ. യെസ്, ഫെവ്പ, ഫെവ്പ. Papa. Papa. ഓക്കെ, ഇതിന്റെ മീനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? പൊട്ടത്തരം, മണ്ടത്തരം, വിട്ടിത്തരം, അതുപോലെ അബദ്ധം, മിസ്റ്റേക്ക് എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. വളരെ അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വേർഡാണ് അല്ലേ? ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള വേർഡാണ്. മനസ്സിലാക്കുക, ഇത് ഫോക്സ്പ എന്നല്ല, ഫെവ്പ, ഫെവ്പ. യെസ്, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഫെവ്പ. Next word is Jamshia. Jamshia ഒന്ന് വായിച്ചു നോക്കൂ. ഫിദ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. യെസ്, റിപ്പീറ്റ്. ഫെവ്പ. Papa. അങ്ങനെയാണെങ്കിൽ ഈ വേർഡ് എങ്ങനെ വായിക്കും? നമ്മൾ സെലിബ്രിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേർഡാണ്. നടി നടന്മാരെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത്, സെലിബ്രിറ്റീസിനൊക്കെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ ഒരു വേർഡ് പറയാറുണ്ട്. യെസ്, എന്താണ്? ജസ്റ്റ് റീഡ് എവറിബഡി. യെസ്, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ്? Veteran.
Veteran. Veteran. Friend. Veteran. Veteran. Yes, try. Everybody, try. Veteran. 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 ഓക്കെ, ഞാനിവിടെ ഈ വേർഡ് കേൾപ്പിക്കുന്നുണ്ട്, ഇതിന്റെ ഉച്ചാരണം കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ, കേട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം എന്താണെന്നുള്ളത്. UK ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരമാണ്. ഓക്കെ, യെസ്. Veteran. 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 ഇനി ഒന്ന് വായിച്ചു നോക്കൂ. യെസ്, കമോൺ. Veteran. 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 Veteran അല്ല, veteran. 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 ഇങ്ങനെ വായിച്ചു നോക്കൂ. Veteran. ഇങ്ങനെ വായിച്ചു നോക്കൂ. Veteran. 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 Yes, come on, everybody. Veteran. 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 Very good. ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. യെസ്, പറഞ്ഞ് നമുക്ക് ശരിയായിട്ടുള്ള ഉച്ചാരണം പഠിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വേർഡ് ഈസ്, അടുത്ത വേർഡ് എന്താണ്? യെസ്, we can start to pronounce another word. ഇത് നിങ്ങൾ ചിലപ്പോ ചില പോയമിലൊക്കെ, കവിതയിലൊക്കെ നിങ്ങൾ ഈ വേർഡ് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, യെസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വേർഡാണ്. എങ്ങനെ വായിക്കും? Come on. Hammer. Yes. Woman. Yes. Hammond. Okay. Herman. Hyman. Okay. Hyman. ഓക്കെ, ഇവിടെ നമ്മൾ പൊതുവെ ഇതെല്ലാവരും ഉച്ചരിക്കാനുള്ള ഒരു ടെൻഡൻസി, എങ്ങനെ ഉച്ചരിക്കാനുള്ള ടെൻഡൻസിയാണ്? ഹൈമൻ എന്ന് ഉച്ചരിക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. ഹിമൻ എന്ന് ഉച്ചരിക്കും ചിലര്. ഹിമൻ എന്ന് പൊതുവെ ആളുകൾ ഹൈമൻ എന്നാണ് ഇത് ഉച്ചരിക്കാറുള്ളത്. പൊതുവെ പെട്ടെന്ന് നമുക്ക് ഇത് ഈ ഒരു വേർഡ് കാണുമ്പോൾ ഹൈമൻ എന്നാണ് നമ്മൾ വായിക്കുക. ബട്ട് ഇത് ഹൈമൻ എന്നല്ല വായിക്കേണ്ടത്. എന്താണ് ഇത്? നോക്കിക്കോളൂ. ഈ ഒരു EN എന്നുള്ള വേർഡ്, EN എന്നുള്ള 2 ലെറ്റർ, ഈ ലെറ്റേഴ്സ് ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചോ? ഈ 2 ശബ്ദങ്ങൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്തായിരിക്കും? ഹിം എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഹിം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം ഹിം എന്നാണ്. ഓക്കെ, ഹിം. ഹിം. ഓൾറൈറ്റ്, ഹിം. പറഞ്ഞു നോക്കൂ. ഹിം. Him. ഒന്നും കൂടെ. Him. 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 ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതുപോലെ, ഐ എം റിയലി സോറി, ഇതുപോലെ മറ്റൊരു വേർഡ് ഉണ്ട്. ഓക്കെ, ഈ ഒരു വേർഡ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ഐ എം സോറി. ഇറ്റ് വാസ് എ ഫോക്സ് പാ. ഇറ്റ് വാസ് എ ഫോപാ. ഫോപാ. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഇത് ഹൈമൻ എന്ന് തന്നെയാണ് വായിക്കുക. ഒരു മിനിറ്റ്.
ഇതുപോലെ മറ്റൊരു വേർഡ് ഉണ്ട്, ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് Hymen. 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 a thin piece of skin that often partly covers opening. Next, ഇത് ഹൈമൻ എന്ന് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച വേർഡ് അതല്ലായിരുന്നു. ഒരു പോയവുമായി ബന്ധപ്പെട്ട് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട വേർഡായിരുന്നു. ഇതാണ് ആ വേർഡ്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഹൈമൻ എന്നല്ല, ഹിം എന്നാണ് വായിക്കേണ്ടത്. എന്താണ്? ഹിം. ഇനി വായിച്ചു നോക്കൂ, ഹിം. നേരത്തെ പറഞ്ഞത് ഹൈമൻ എന്ന് തന്നെയായിരുന്നു. ഇതെന്താണ് വായിക്കേണ്ടത്? ഹിം എന്നാണ്. ഓക്കെ, ഹിം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇതിന്റെ ഉച്ചാരണം കേട്ടോളൂ. Him. 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 Okay, him. 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 A song of praise that Christians sing to God. പ്രകീർത്തനം എന്നൊക്കെ പറയില്ല നമ്മള്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന പാട്ടിനെയാണ് ഹിം എന്ന് പറയാം. ഹിം. ഹിം. എ ഹിം ബുക്ക് എന്ന് പറയാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഓക്കെ. ഇതെങ്ങനെ വായിക്കും? യെസ്, come on. Everybody. ഓക്കെ. ഇതെന്താണ്? ഇത് നീഷെ അല്ലെങ്കിൽ നീച്ച് എന്നൊക്കെ വായിക്കാറുണ്ട്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം നീഷ് എന്നാണ്. എന്താണ്? നീഷ്. 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 എന്താ വായിക്കേണ്ടത്? നീഷ്. ആരുടോ മയക്കുന്ന ശബ്ദം വരുന്നുണ്ടല്ലോ വല്ലാതെ. മുഹമ്മദ് അജിൽ എന്ന് പറഞ്ഞ ആള്. മുഹമ്മദ് അജിൽ. അവരുടെ ഭാഗത്തുനിന്ന് വല്ലാതെ ഡിസ്റ്റർബൻസ് വന്ന സമയത്ത് ഞാൻ അവരെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇന്നത്തെ സെഷനിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മൈക്ക് കൺട്രോൾ ചെയ്യണമെന്ന് പല സമയത്തും പറയാറുണ്ട്. സോ പ്ലീസ് be aware of your mic. Please control your mic. നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ അല്ലേ? കൂടുതലായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അല്ല, സ്വയം കൺട്രോൾ ചെയ്യല്ല എല്ലാവരും. അപ്പൊ ഇതെന്താണ്? നീഷ് എന്ന് വായിച്ചു നോക്കൂ. നീഷ്. ജസ്റ്റ് പ്രൊനൗൺസ് നീഷ്. നീഷ്. യെസ്, എല്ലാവരും പറഞ്ഞോളൂ. നീഷ്. ഇതെന്താണ്? നമ്മൾ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് ഭാഗത്തായിട്ട് നമുക്ക് കാണികൾക്കൊക്കെ നിൽക്കാനുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു പന്തൽ കെട്ടാറില്ലേ? കമന്ററി അല്ലെങ്കിൽ കമന്റേറ്റേഴ്സിന് അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പന്തല്, ഒരു കൂടാരം. അതാണ് ഈ വേർഡ്. എങ്ങനെ വായിക്കും? യെസ്, ഇത് പവീലിയൻ എന്നാണ്. പവലിയൻ എന്ന് വായിക്കാറുണ്ട്, എന്നാൽ ഇത് പവീലിയൻ എന്നാണ് വായിക്കേണ്ടത്. പവീലിയൻ. 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 വായിച്ചു നോക്കൂ. പവീലിയൻ. പവീലിയൻ. വെരി ഗുഡ്. പ്രാക്ടീസ് ചെയ്തോളൂ. യെസ്, പവീലിയൻ. പവീലിയൻ. യെസ്, പറഞ്ഞോളൂ. പവീലിയൻ. Again, yes. Repeat. Pavilion.
Pavilion. Pavilion. Pavilion. Pavilion. Pavilion. Pavilion. Yes. Repeat. Everybody. Pavilion. Okay. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു വേർഡാണ്. എല്ലാവരും വായിച്ചോളൂ. യെസ്. Everybody, come on. Plumber. 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 Yes. ഇത് നമ്മൾ പ്ലംബർ എന്നാണ് വായിക്കാറുള്ളത് അല്ലെ. നമ്മുടെ വീട്ടിലേക്കൊക്കെ പൈപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വരുന്ന, റിപ്പയർ ചെയ്യാൻ വരുന്ന ആളുകളെയാണ് നമ്മൾ പ്ലംബർ എന്ന് പറയാറുള്ളത്. എന്നാൽ ഇത് പ്ലംബർ അല്ല, പ്ലം. ബി സൈലന്റ് ആണ്. ഓക്കെ. ചില വാക്കുകളിൽ സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ചില ശബ്ദങ്ങൾ സൈലന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ബി എന്നുള്ള ബ എന്നുള്ള ശബ്ദം സൈലന്റ് ആണ്. സോ അത് സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഉച്ചരിക്കരുത്. സോ എങ്ങനെ പറയാം? പ്ലം, പ്ലം, പ്ലം. Yes, repeat. Plum. Plumber. 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 Yes, repeat. Everybody. Plum. Jamshia. Devangana. Plumber. Zishan. Plumber. Plum. Plumber.